ഇനി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ആണ്. ഇപ്പൊ ജാങ്കോയ്ക്കകത്ത് എക്സ്റ്റൻസും ഉണ്ട്, ഇൻക്ലൂഡും ഉണ്ട്, അതിനൊക്കെ ബ്ലോക്കും ഉണ്ട്. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യാം? അതിന്റെ സിമ്പിൾ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസ് സ്ട്രക്ചർ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ട് ആ സ്ട്രക്ചറിനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ കമ്പോണന്റ് ആവശ്യമുള്ള പേജിൽ മാത്രം എഴുതി കൊടുത്താൽ മീൻസ് അതൊന്ന് കോൾ ചെയ്താൽ മാത്രം മതി, ആ ഫയൽ ഒന്ന് കോൾ ചെയ്താൽ മതി, നമ്മൾ വീണ്ടും കോഡ് എഴുതണ്ട. ഇപ്പൊ കൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വെബ്സൈറ്റ് എടുക്കാൻ നേരത്ത് എനിക്ക് എന്ത് ചെയ്യണം? ഈ നാവിഗേഷൻ ബാറും ഈ ഫൂട്ടറും എല്ലാ പേജിലും എനിക്ക് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു HTML ഫയൽ എടുത്തിട്ട് അതിന്റെ സ്ട്രക്ചർ ഹെഡ് ബോഡി അതാണ് ഈ നാവിഗേഷൻ ബാറും ഫൂട്ടറും സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് വേണം? എനിക്ക് ഈ നടുക്കത്തുള്ള കണ്ടന്റ് മാത്രം മാറിയാൽ മതി. അത് ഞാൻ ഒരു ബ്ലോക്കിനകത്ത് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ഫയലിനെ ഞാൻ ഓരോ ഫയലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അത് ചെയ്യണം എങ്ങനെയെന്ന് കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് എപ്പോഴും എല്ലാ സ്ഥലത്തും ഈ നാവിഗേഷൻ ബാറിന്റെ കോഡോ അല്ലെങ്കിൽ ഫൂട്ടറിന്റെ കോഡോ എഴുതണ്ട. അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ സംഭവം, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പറയാം? അതാ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ചില ചില പേജിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു ഡിസൈൻ ഒരു HTML പേജിന്റെ അകത്ത് എഴുതി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആവശ്യമുള്ള HTMLന്റെ പേജിലോട്ട് ആ ഒരു HTML പേജിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കും. ഈ സ്ഥലത്ത് ഈ പേജ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യും. ആ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന് ആ HTML പേജിന്റെ അകത്ത് എന്ത് കോഡ് എഴുതിയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. അത് ചെയ്ത് കാണിച്ചു തരാം. ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഡോട്ട് HTML നിന്ന് ഈ ഇത്രയും സംഭവം എടുത്ത് കളഞ്ഞു. ഓക്കെ, ഇത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് ഞാൻ ഇപ്പൊ തൽക്കാലം ബേസ് ഡോട്ട് HTML എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന്റെ അകത്ത് ഞാനൊരു ബേസ് സ്ട്രക്ചർ കൊടുക്കുകയാണ്. ഹെഡ് ബോഡി എല്ലാം കൊടുക്കുക. ഓക്കെ, നമുക്ക് ഒരു നാവിഗേഷൻ ബാർ കൂടി കൊടുക്കാം. ഇപ്പൊ ഒരു ഡമ്മി നാവിഗേഷൻ ബാർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഹോം അത് കണക്ക് എബൌട്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യണം? ഈ ഒരു ഇൻഡെക്സ് ഡോട്ട് HTML എക്സ്റ്റെൻഡ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പേജിന്റെ അകത്ത് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഈ പേജിന്റെ അകത്ത് എനിക്ക് ഹെഡറോ ഫൂട്ടറോ ഒന്നും ഇല്ല. മീൻസ് ഹെഡർ അല്ല, എനിക്കിപ്പോ ഹെഡും ഇല്ല, അത് കണക്ക് നാവിഗേഷൻ ബാറും ഇല്ല. അപ്പൊ അതിന്റെ എല്ലാം കോഡ് എവിടെ എഴുതിയിട്ടുണ്ട്? ഈ ബേസ് ഡോട്ട് HTML എന്ന ഫയലിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഈ ഇതിലുള്ള ഈ ഐറ്റംസ് എനിക്ക് ഇവിടെ ആക്സസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? എനിക്ക് എവിടെയാണ് മാറ്റങ്ങൾ വരുത്താനുള്ള? ഈ ബോഡിയിലാണ് മാറ്റം വരുത്താനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാവിഗേഷൻ ബാർ തൊട്ടുള്ളതാണ് എനിക്ക് മാറ്റങ്ങൾ വരുത്താനുള്ളത്. അപ്പൊ എന്റെ ഒരു ഫിക്സ്ഡ് സ്ട്രക്ചർ ഉണ്ട്, ഒരു HTML ഒരു ഫിക്സ് സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള കണ്ടന്റ് മാത്രമാണ് എനിക്ക് മാറ്റി കൊടുക്കാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യണ ഒരു ടാഗാണ് ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ അകത്ത് ഒരു പേര് കൊടുക്കാം. ഞാൻ ബ്ലോക്കിന് കൊടുക്കുന്ന പേരാണ് ബോഡി. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കത്തും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ ഇൻഡെക്സ് ഡോട്ട് HTML എടുത്തിട്ട് ഈ പേജുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ്, കണക്ട് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യണ ടാഗാണ് എക്സ്റ്റെൻസ്. അതിനകത്ത് ഏത് ഫയലായിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത് ആ ഫയലിന്റെ പേര് പറഞ്ഞു ബേസ് ഡോട്ട് HTML. എന്നിട്ട് ഈ കണ്ടന്റ് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്? ഇതിന്റെ അകത്ത് വേണം ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എൻ്റർ അടിക്കുന്നു, വീണ്ടും ആ ബ്ലോക്ക് എലമെന്റ് വിളിക്കുന്നു, ബ്ലോക്ക് ടാഗ് വിളിക്കുന്നു. എന്നിട്ട് ബേസിന്റെ അകത്ത് എന്ത് പേരാണോ കൊടുത്തോ ആ പേര് ഇവിടെ റീയൂസ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റർ അടിക്കുന്നു. ഇതിന്റെ അകത്തുള്ള ഈ കോഡ് കട്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നേരത്തെ ഔട്ട്പുട്ട്. ഞാൻ ഇവിടെ ഇപ്പൊ റീഫ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് നാവിഗേഷൻ ബാറും കൂടി വരും. എററും കൂടി വന്ന എക്സ്റ്റൻസ് ഡോട്ട് ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ബേസ് ഡോട്ട് HTML. പേരുമല്ല മാറിപ്പോയി. ബേസ് സോറി, ഞാൻ കൊടുത്ത പാത്ത് തെറ്റായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റിന്റെ അകത്തല്ല ഈ ഫയൽസ് ഇരിക്കണം. ടെംപ്ലേറ്റിന്റെ അകത്ത് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്താണ് ഈ ബേസ് ഡോട്ട് HTML ഇരിക്കണം. ഞാൻ അത് വിട്ടുപോയി. അപ്പൊ പാത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, സ്റ്റുഡന്റ്. ഇനി റീഫ്രഷ് ചെയ്യുമ്പോൾ എല്ലാം വരും. ഓക്കെ, നമ്മുടെ നാവിഗേഷൻ ബാർ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്റെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും. കണ്ട ഹെഡ് സെക്ഷൻ, ആ നാവിഗേഷൻ ബാർ, ബാക്കിയുള്ള എൻഡിങ് ടാഗ്. പക്ഷെ ആ ഒരു കോഡ് ഞാൻ എന്താണ് ഇൻഡെക്സ് ഡോട്ട് HTML എഴുതിയിട്ടില്ല. ഞാൻ ആപ്പാട് എഴുതിയിട്ടുള്ളത് ഈ ഒരു സെക്ഷൻ മാത്രമാണ്. ഇത്ര സെക്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എക്സ്റ്റൻസ് യൂസ് ചെയ്തപ്പോൾ ഏത് പേജിൽ നിന്നാണോ എനിക്ക് ഡേറ്റാസ് വരാനുള്ള ആ ഡേറ്റാസ് എല്ലാം എനിക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് എക്സ്റ്റൻസും ബ്ലോക്കിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ ഞാൻ ബേസ് ക്ലാസ്സിനകത്ത്
എനിക്ക് ടൈറ്റിലിന് അവിടെ ഓരോ പേജിനും ഞാൻ ഏത് പേജ് എടുത്താലും എനിക്ക് ടൈറ്റിൽ ഡോക്യുമെന്റ് ആകത്തുള്ളൂ. അപ്പൊ എനിക്ക് ഓരോ പേജിനനുസരിച്ച് അതിന്റെ ടൈറ്റിൽ മാറ്റം വരുത്തണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ബ്ലോക്ക് യൂസ് ചെയ്യാം. ബ്ലോക്ക് ടാഗ് യൂസ് ചെയ്യാം. ഇവിടെ ബ്ലോക്ക് എന്ന് കൊടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഹെഡ് ടൈറ്റിൽ. ഓക്കെ, ഹെഡ് ടൈറ്റിൽ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഇൻഡെക്സിനകത്ത് വന്നിട്ട് ഇതിന്റെ തൊട്ട് താഴെ ഞാൻ വീണ്ടും കൊടുക്കുകയാണ് ബ്ലോക്കിനകത്ത്. അവിടെ ഏത് പേര് കൊടുക്കുക അത് കൊടുക്കുക, ഹെഡ് ടൈറ്റിൽ. എന്നിട്ട് ഇതിനകത്ത് ഒരു ടൈറ്റിൽ പേര് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ പേര് കൊടുക്കുകയാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോക്യുമെന്റ് മാറിയിട്ട് എന്താ ഇൻഡെക്സ് എന്നാവും. അപ്പൊ എങ്ങനെയാണ് ബ്ലോക്ക് ടാഗ് യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ കത്തിയല്ലോ. ഇത്രയുള്ള ബ്ലോക്ക് ടാഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് സ്ട്രക്ചർ നമുക്ക് ഒരു സ്ഥലത്ത് എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് ആ ബേസ് സ്ട്രക്ചറിനെ നമുക്ക് ഏത് പേജിലോട്ടാണെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പൊ എനിക്കാണെങ്കിൽ ഈ ബേസ് സ്ട്രക്ചർ എന്താ എനിക്കിപ്പോ ദാണ്ടെ പുതിയ ന്യൂ പേജിലോട്ട് പോകുമ്പോൾ എനിക്ക് നാവിഗേഷൻ ബാർ ഇല്ല. അപ്പൊ നാവിഗേഷൻ ബാറിന്റെ കോഡ് ഞാൻ എഴുതണ്ട. പകരം എന്ത് ചെയ്യണം? ഇവിടെ നിന്നുള്ള ഈ സംഭവം എടുത്ത് കളയുക, ഇതെടുത്ത് കളയുക, മേളിൽ വന്നിട്ട് എക്സ്റ്റെൻസ് എക്സ്റ്റെൻസ് ഏത് ഫയലായിട്ട് ബേസ് ഡോട്ട് വെച്ചിട്ട് എക്സ്റ്റെൻസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എവിടെയാണ് കണ്ടന്റ് ആഡ് ചെയ്യാനുള്ള ബ്ലോക്കിനകത്ത് ബോഡിയിലാണ് കണ്ടന്റ് ആഡ് ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ ഏത് നെയിം യൂസ് ചെയ്യുന്നു അത് യൂസ് ചെയ്യണം. ബോഡി എൻ്റർ, ഈ കണ്ടന്റ് ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ എനിക്ക് നാവിഗേഷൻ ബാറിന്റെ കിട്ടും. ആ എറർ വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പാത്ത് കൊടുത്തത് ശരിയായില്ല. സ്റ്റുഡന്റിന്റെ അകത്താണ് ബേസ് ഡോട്ട് വെച്ച് നമ്മൾ ഇരിക്കണം. ഓക്കെ, ഇതാണ് എക്സ്റ്റെൻസും ബ്ലോക്കും. ഇനി ഇതിനകത്ത് ഇൻക്ലൂഡ് എന്നുണ്ട്. ഇൻക്ലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഞാൻ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു സാധനം എനിക്ക് ചില പേജിൽ മാത്രമേ ഉപയോഗിച്ചാൽ മതി, വേറെ പേജ് യൂസ് ചെയ്യണ്ട. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു ഒരു എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് താണ്ടെ എല്ലാ പേജിലും യൂസ് ചെയ്യണ്ട. എനിക്ക് താണ്ടെ ഈ ഒരു പുതിയ പേജിൽ, ഈ ന്യൂ പേജിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു കമ്പോണന്റ് എഴുതി വെച്ചിട്ടുണ്ട്, അത് എല്ലാ സ്ഥലത്തും വിളിക്കേണ്ട, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം വിളിച്ചാൽ മതി. അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇൻക്ലൂഡ്. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയൊരു HTML ഫയൽ വിളിക്കുക. ഞാനിപ്പോ എൻട്രി ഫോം എന്നും പറഞ്ഞ് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഫോമിന്റെ അകത്ത് ലേബൽ നെയിം, എന്നിട്ടൊരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സും ഒരു ബട്ടൺ, ഒരു സബ്മിറ്റ് ബട്ടണും ക്രിയേറ്റ് ചെയ്യണം. സബ്മിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് ഈ പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ പേജിന്റെ താഴെ എനിക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഒരു കമ്പോണന്റ് ഒരു സംഭവം ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം വിളിച്ചാൽ മതി. അപ്പൊ അതിന് യൂസ് ചെയ്യണതാണ് ഇൻക്ലൂഡ്. ഇപ്പൊ ഞാൻ ഹോം പേജിൽ എനിക്ക് URL താഴെയാണ് വേണം, അല്ലെങ്കിൽ URL മേളിലാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ഇൻക്ലൂഡ്, അതിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. സ്റ്റുഡന്റ് സ്ലാഷ് എൻട്രി ഫോം ഡോട്ട് HTML. ഇനി ഞാൻ ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കാണാം. പക്ഷെ ഞാൻ ഇപ്പോ ഇൻഡെക്സ് ഹോം പേജിൽ വേണം. ഇപ്പൊ ഞാൻ ഇൻഡെക്സ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് വരത്തില്ല. അത് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ അതിന്റെ പാത്ത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ ഇൻപുട്ട് ബോക്സിന്റെ അവിടെ ഞാൻ ഇതിന്റെ താഴെ കൊടുത്തെന്ന് വെച്ചു, എനിക്ക് അവിടെ ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് എക്സ്റ്റെൻസും ഇൻക്ലൂഡും. അപ്പൊ എക്സ്റ്റെൻസ് എന്ന് വെച്ചാൽ ഗ്ലോബലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ബേസ് സ്ട്രക്ചർ സെറ്റ് ചെയ്ത് വെക്കാം. അത് കോമൺ ആയിരിക്കും, എല്ലാ പേജിലും കോമൺ ആയിരിക്കണം. അതിനാണ് എക്സ്റ്റെൻസ് യൂസ് ചെയ്യണം. പിന്നെ ബ്ലോക്കിനകത്ത് എവിടെയാണ് കണ്ടന്റ് വരാനുള്ളത്. ഓക്കെ, ഇപ്പൊ എനിക്ക് ടൈറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. കണ്ട ടൈറ്റിൽ ഇപ്പൊ എനിക്ക് ഹോം പേജ് എടുക്കാൻ നേരത്ത് ഹോം പേജിൽ ഡൊമൈൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ആ ടൈറ്റിൽ മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ബേസിന്റെ അകത്ത് ഞാൻ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം, ഹെഡ് ടൈറ്റിൽ. അപ്പൊ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇതിന്റെ താഴെ വന്നിട്ട് വീണ്ടും ബ്ലോക്ക് ടാഗ് വിളിക്കുക. ആ ഏത് ബ്ലോക്കിന്, ഓരോ ബ്ലോക്കിനും ഓരോ യൂണിക് നെയിം കൊടുക്കണം. ആ ബ്ലോക്കിന് എന്ത് പേര് കൊടുക്കണം അത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഹോം പേജ്. ഓക്കെ, റീഫ്രഷ് ആണ്. അപ്പൊ ഇതാണ് എക്സ്റ്റെൻസും ബ്ലോക്കും, അത് കണക്ക് ഇൻക്ലൂഡും. ഓക്കെ, അപ്പൊ ഇൻക്ലൂഡ് നമുക്കൊരു കമ്പോണന്റ് പോലെ സെറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ്.